നാടുകളിലൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ, ഉമ്മയെ മക്കൾ അടിക്കുന്ന, വധിക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഈ നാട്ടിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട് വലിയൊരു പ്രയാസം നേരിടുന്നത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണമാണ്. നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിന്റെ ഭരണം 10 വർഷക്കാലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന പിണറായി കാലം അവസാനിക്കാൻ ഇനി 6 മാസമുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ലൊരു ഭരണം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതാണ്. അതിന് ശക്തരായ ആണ് എന്ന് കൂടിയാണ് നമ്മളെ ഈ സമ്മേളനം തെളിയിക്കുന്നത്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത്. ഇന്നലെയും അതിന്റെ 2 ദിവസം മുമ്പും ഇവിടെ പല പാർട്ടികളും സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഈ കുറ്റിപ്പാലം മുതൽ തലക്കെടുത്തൂർ വരെയുള്ള ഈ റോഡ് 5 വർഷക്കാലമായി റോഡ് പണി തുടങ്ങിയിട്ട് ഇന്നും അത് തീർന്നിട്ടില്ല. ഇപ്പൊ തീർന്നു എന്ന് പറയുന്നു, പക്ഷേ പോകുന്നവരൊക്കെ കുണ്ടും കുഴി തന്നെയാണ്. റോഡ് മഴയത്തും ടാറ് ചെയ്ത് 2 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ വീണ്ടും കുഴികളാണ്. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഈ താനൂരിന്റെ മണ്ണിൽ ഒരു MLA ഉണ്ട് എന്നല്ലാതെ ഈ പൊന്മുണ്ടത്തുകാർക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല. പൊന്മുണ്ടത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് റോഡുകളെല്ലാം കീറി പൊളിച്ച് അത് റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. MLA അത് തിരിഞ്ഞു നോക്കാതെ ഇത് എവിടുന്നാണോ കുടിവെള്ളം കൊണ്ടുവരുന്നത് അവിടെ ഒരു വർക്ക് പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സത്യം. ഇത്രയും വലിയ ഒരു ഭയാനകരമായ അവസ്ഥ ഈ വൈലത്തൂർ അങ്ങാടിയില് 9 വർഷക്കാലമായി ഈ താനൂരിന്റെ MLA ഇവിടുന്ന് ജയിച്ചു പോയിട്ട് 9 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട് ഈ വൈലത്തൂർ അങ്ങാടിയിലെ ഈ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു നയാ പൈസ ഇന്നേ വരെ അതിനുവേണ്ടി ചെലവാക്കിയിട്ടില്ല. പ്രഖ്യാപനം നടത്തി 6 കോടി രൂപ 2 സൈഡും അളന്നു. ഏകദേശം 6 വർഷമായി അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് 6 കോടിയുമില്ല, പദ്ധതിയുമില്ല, അളവ് കഴിഞ്ഞ് പോയതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ടൗണിലേക്ക് കടക്കുന്ന വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ കരിങ്കപ്പാറ റോഡിലുള്ള ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാര്, അതേപോലെ ഇവിടുത്തെ കച്ചവടക്കാര് വലിയ പ്രയാസം നേരിടുന്ന ഒരു സംഭവ വികാസമാണ്. അതിന് നമ്മൾ പലതവണയായിട്ട് ഇതിന്റെ PWDയെ അറിയിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി നൽകുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനൊരു റെസ്പോൺസ് ഇല്ല. തിരിച്ചു വേണമെങ്കിൽ അവർക്ക് നന്നാക്കാം, അത് അവർ ചെയ്യുന്നുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ നിയമസഭയുടെ മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് നന്നാക്കാനാണോ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ രണ്ടത്തായി സാഹിബ് അവരെ ക്ഷണിക്കുന്നു.